आज हम सूर्यकांत त्रिपाठी निराला की कविता जागो फिर एक बार पढ़ेंगे। हिंदी साहित्य में छायावादी काव्यधारा के अप्रतिम कलाकार के रूप में सूर्यकांत त्रिपाठी निराला का महत्वपूर्ण स्थान है। हिंदी സാഹിത്യത്തിൽ ഛായാവാദി എന്നൊരു പ്രസ്ഥാനം, അതിന് മലയാളത്തിൽ കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയും. ആ ഛായാവാദി പ്രസ്ഥാനത്തിൽ അതുല്യ കലാകാർ ആയ സൂര്യകാന്ത് ത്രിപാഠി നിരാലയ്ക്ക് മഹത്വപൂർണ്ണ സ്ഥാനമാണ് ഉള്ളത്. നിരാല എന്ന വാക്കിന് അർത്ഥമാണ് സ്ട്രേഞ്ച്, വിചിത്രമായ. അതുപോലെ തന്നെ നാം കെ അനുരൂപ് ഉൻകാ വ്യക്തിത്വ ഔർ കൃതിത്വ ഭി നിരാല ഹെ. പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും കൃതിത്വവും സ്ട്രേഞ്ച് തന്നെ ആയിരുന്നു. बहुमुखी प्रतिभासंपन्ने निराला ने कविता, कहानी, उपन्यास, आलोचना, निबंध जैसी अनेक विधाओं में अपनी प्रतिभा का चमत्कार दिखाया है. ബഹുമുഖി പ്രതിഭ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച സാഹിത്യകാരനെയാണ് ബഹുമുഖി പ്രതിഭാവാൻ സാഹിത്യക്കാർ എന്ന് പറയുന്നത്. നിരാലയും കവിത, കഹാനി, ഉപന്യാസം എന്ന് പറഞ്ഞ നോവൽ, ആലോചന എന്ന് പറഞ്ഞ വിമർശനം, ഇങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദി മേം മുക്തഛന്ദ് കാ ആവിഷ്കാർ ഉനോനെ കിയാ ഹെ. ഹിന്ദിയിൽ മുക്തഛന്ദ് എന്ന് പറഞ്ഞാൽ ഛന്ദ് എന്ന് പറഞ്ഞാൽ വൃത്തം. അപ്പം വൃത്തമൊന്നും അനുസരിക്കാതെ സ്വതന്ത്രമായിട്ട് കവിത എഴുതുന്ന ഒരു രീതി ആവിഷ്കരിച്ചത് നിരാലയാണ്. परिमल, अनामिका, गीतिका, बेला, नयपत्ते, अर्चना, आराधना आदि उनके महत्वपूर्ण काव्य संग्रह हैं. കാവ്യസംഗ്രഹി എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം. ഇദ്ദേഹത്തിന് കവിതാ സമാഹാരങ്ങളാണ് ഇതൊക്കെ. ജാഗോ ഫിർ എക് ബാർ 1929 में प्रकाशित പരിമൾ നാമക് കാവ്യസംഗ്രഹ സെ ലീ ഗയി കവിത ഹെ. നമുക്കിപ്പോൾ പഠിക്കുവാനുള്ള ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറഞ്ഞ കവിത 1929 പബ്ലിഷ് ചെയ്ത പരിമൾ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. യ് ഏക് ഉദ്ബോധൻ ഗീത് ഹെ. ഇത് ഒരു ഉണർത്തു പാട്ട് ആണ്. ഇനി കവിതയിലേക്ക് പോകാം. ജാഗോ ഫിർ ഏക് ബാർ, ഉണരൂ ഒരു പ്രാവശ്യം കൂടി എന്നതാണ് ഇതിനർത്ഥം. प्यारे जगाते हुए हारे सब तारे तुम्हें, अरुण पंख तरुण किरण खड़ी खोलती है द्वार, जागो फिर एक बार. भारत को स्वतंत्रता मिलने के पहले नींद में डूबे समाज को जगाने का आह्वान देते हुए कवि कहते हैं. ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉറക്കത്തിൽ മുഴുകിയ ജനതയെ, സമൂഹത്തെ ഉണർത്തുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് കവി ഇങ്ങനെ പറയുകയാണ്. ഹേ ഭാരതവാസി ഏക് ബാർ ജാഗ് ഉഠോ. ഭാരതവാസികളെ ഒന്നുകൂടി ഉണരൂ എന്ന് പറയുന്നു. പ്രകൃതിയെയാണ് കവി ആദ്യം തന്നെ ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. പ്യാരേ ജഗാത്തെ ഹുവേ ഹാരേ സബ് താരേ തുമേ. ആകാശിക്ക് സബ് താരേ, താരേ എന്ന് പറഞ്ഞ നക്ഷത്രം, അപ്പം നക്ഷത്രങ്ങൾ. സബ് താരേ തുമേം പ്യാർ സെ ജഗാത്തെ കാ. പ്യാർ സെ ജഗാന, ജഗാന എന്ന് പറഞ്ഞാൽ ഉണർത്തുക. പ്യാർ സെ ജഗാനെ കാ പ്രയത്ന കർത്തേ ഹം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ ഉണർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എന്തായിത്തീർന്നു? സബ് ഹാരേം. ഹാർന എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക, ഹാർന പരാജയപ്പെടുക. ലേക്കിൻ വേ ഹാർ ഗേം തുമാരി നീന്ത് നെഹിം ടൂട്ടി. എന്നിട്ടും നിൻ്റെ ഉറക്കം ഞെട്ടി ഉണർന്നില്ല. അരുൺ പങ്ക് തരുൺ കിരൺ ഖടി ഖോൽത്തി ഹെ ദ്വാർ. അരുൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. വേറൊരു അർത്ഥം കൂടിയുണ്ട്, ലാൽ രംഗിനും പറയും, അരുൺ രംഗ് എന്നാണ് പറയുക. ഇവിടെ സൂര്യൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്, സൂര്യൻ്റെ തരുൺ കിരൺ. തരുൺ എന്ന് പറഞ്ഞാൽ യൗവനാവസ്ഥയിലുള്ള, കിരൺ എന്ന് പറഞ്ഞാൽ രശ്മികൾ. സൂര്യൻ്റെ രശ്മികൾ തൻ്റെ പങ്ക്, തൻ്റെ ചിറകുകൾ നിവർത്തിക്കൊണ്ട് ഖടി ഖോൽത്തി ഹെ ദ്വാർ, ദ്വാർ ഖോൽത്തി ഹുയി ഖടി രഹത്തി ഹെ. അപ്പം എന്ത് ചെയ്യുകയാണ് നോക്കാം. സൂരജ് കെ लाल रंग के पंखों को खोलकर नई किरणें द्वार खोलती खड़ी रहती है. സൂര്യൻ്റെ ചുവന്ന നിറത്തിലുള്ള ചിറകുകൾ നിവർത്തിയിട്ട് ആ സൂര്യൻ്റെ കിരണങ്ങൾ വാതിൽ തുറന്നുകൊണ്ട് നിൽക്കുന്നു. അതായത്
അബ് സുബ തുമേ ജഗാനേക്കേലി ആയി ഹേ. രാവിലെ ആയി. രാവിലെ എന്ന് പറഞ്ഞാൽ പ്രഭാതം. പ്രഭാതം നിന്നെ ഉണർത്തുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം സഭേരയാണ് സമയമെന്ന് അല്ലേ. തും ജാഗൂഡോ, അതുകൊണ്ട് നീ ഉണരൂ എന്നാണ് കവി ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അടുത്ത വരി നോക്കുക. ആംഖേം അലിയോം സി കിസ് മധു കി ഗലിയോമേ ഫസി. തുമാരി ആംഖേം, ആംഖ് എന്ന് പറഞ്ഞാൽ കണ്ണ്. അലിയോം സി, അലി എന്ന് പറഞ്ഞാൽ ഭ്രമർ, വണ്ട്, വണ്ടിനെ പോലെയുള്ള കണ്ണുകൾ. കിസ് മധു കി ഗലിയോമേ ഫസി ഹേ, മധു എന്ന് പറഞ്ഞാൽ തേൻ, തേനിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതായത് തേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മായാമോഹമാണ്, ലൗകിക ജീവിതമാകുന്ന മധുവിൽ, അതായത് ആകർഷണത്തിൽ, തേനിൻ്റെ ആകർഷണത്തിൽ സ്വയം മുഴുകിയിരിക്കുകയാണ്, അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം തുമാരി ആംഖേം അലിയോം കെ സമാൻ സ്വപ്നരൂപി മധു കെ ആകർഷൺ में अपने को भूल कर पंखों को बंद कर पांखें पी रही है മധു മൗൻ. അപ്പം വണ്ടുകൾ എന്തു ചെയ്യുകയാണ്? വണ്ടുകൾ പോലെയുള്ള കണ്ണുകൾ മായാമോഹത്തിൽ, ആകർഷണത്തിൽ അകപ്പെട്ടുകൊണ്ട് തൻ്റെ പാങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് എന്നാണ്, തൻ്റെ ചിറകുകൾ ഒതുക്കി വെച്ചുകൊണ്ട് മൗന രൂപസേ മധു പീരഹിയം, ഒതുക്കി വെച്ചുകൊണ്ട് മൗനമായിട്ട് മിണ്ടാതെ മധു നുകരുകയാണ്. ഇവിടെ കണ്ണുകളെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കണ്ണുകൾ എന്താകുന്നു? മായാമോഹത്തിൽ, സ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്. അഥവാ സോയി കമൽ കോരോമേം ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ ജാഗോ ഫിർ ഏക് ബാർ. അഥവാ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം? സോയി കമൽ കോരോമേം, കമൽ എന്ന് പറഞ്ഞാൽ താമര, കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്കിനെയാണ്. അപ്പം താമരയുടെ വക്കിൽ എന്ന് പറഞ്ഞാൽ അതായത് താമരയിൽ സോയി, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ്. അപ്പോൾ താമരപ്പൂവ് എന്തായിരിക്കുന്നു? ഉറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുർജായേ ഗേയം, താമരപ്പൂക്കൾ വാടിപ്പോയിരിക്കുകയാണ്. ആ വാടിയ പൂവിൽ ബന്ദ് ഹോ രഹാ ഗുഞ്ചാർ, വണ്ട് അതിൻ്റെ ഗുഞ്ചാർ എന്ന് പറഞ്ഞാൽ മുഴക്കമാണ്, മൂളിപ്പാട്ട് പാടുക. ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് എന്തായിരിക്കുന്നു? ബന്ദ് ഹോ രഹാഹേ, ഇല്ലാതെ ആയിരിക്കുകയാണ്. താമരപ്പൂവ് വാടിപ്പോയി കൂമ്പിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വണ്ടിൻ്റെ ഭ്രമരത്തിൻ്റെ ഗുഞ്ചാറും മുഴക്കവും അതിൻ്റെ മൂളിപ്പാട്ടും ഇല്ലാതെയായിരിക്കുന്നു. അതായത് കവി പറയുകയാണ്, मतलब यही है कि जिस प्रकार अली कमल के आकर्षण में फंस गई है उसी प्रकार ഭാരതവാസി മോഹജാൽ മേ ഫസ് ഗേയം. അതായത് കവി പറയുന്നു, ഏതുപോലെയാണോ താമരയുടെ ആകർഷണത്തിൽ ഭ്രമർ അകപ്പെട്ടു പോകുന്നത്, അതേപോലെ ഭാരതവാസികളും ലൗകിക സുഖഭോഗമാകുന്ന മോഹജാലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇസ്സെ മുക്ത് ഹോക്കർ ജാഗൂഡിനേക്കോ കവി കഹത്തേയും, ഇതിൽ നിന്നും മുക്തമായിക്കൊണ്ട് ഉണരുവാൻ വേണ്ടി കവി ആഹ്വാനം നൽകുന്നു. അടുത്ത വരി നോക്കുക. അസ്താചൽ ചലെ രവി. അസ്താചൽ എന്ന് പറഞ്ഞാൽ അസ്തമന പർവ്വതം. ആ പർവ്വതത്തിൽ, അസ്തമന പർവ്വതത്തിലേക്ക് രവി പോയി. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമന പർവ്വതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു. സൂര്യാസ്ത ഹോ ഗയ. അപ്പോൾ വൈകുന്നേരമായി സൂര്യൻ അസ്തമിച്ചു. നമ്മൾ കവിത തുടങ്ങുന്ന ഒരു പ്രഭാത സമയത്തായിരുന്നു. അങ്ങനെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും രാത്രിയാകുന്നു. ശശി ഛവി വിഭാവരി മേം ചിത്രിത് ഹുയി ഹെ ദേഖ് യാമിനി ഗന്ധ ജഗി. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രമ. ആകാശത്തിൽ ചന്ദ്രൻ്റെ ശോഭ കൊണ്ട്, അതിൻ്റെ നിലാവിൻ്റെ വെളിച്ചം കൊണ്ട്, വിഭാവരി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചിത്രിത് ഹുയി ദേഖ് യാമിനി ഗന്ധ ജഗി. അപ്പോൾ ആകാശത്തിൽ ചന്ദ്രൻ്റെ നിലാവെളിച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് യാമിനി ഗന്ധ എന്ന് പറഞ്ഞാൽ നിശാഗന്ധി പൂവാണ്, അത് ഉണർന്നു. ജഗി എന്ന് പറഞ്ഞാൽ ഉണർന്നു. നിശാഗന്ധി പൂവ് വിരിഞ്ഞു. ചന്ദ്രമാ കി ഛവി രാത് മേ ദിഖായി ദേ രഹി ഹെ
इसे देखकर चंद्रमा की छवि देखकर यामिनी गंधा जागने लगी। एकटक चकोर कोर दर्शन प्रिय आशाओं भरी मौन भाषा बहुभावमयी घेर रहा चंद्र को चाव से. ചക്കോർ ചക്കോർ എന്ന് പറഞ്ഞാൽ ചെമ്പോത്ത് എന്നാണ്. ചന്ദ്രമാക്ക പ്രിയതം ഹേ ചക്കോർ. ചന്ദ്രൻ്റെ പ്രിയതമായിക്കൊണ്ടാണ് ചക്കോറിനെ കാണുന്നത്. അപ്പം ചക്കോർ എക്ടക്ക് ദേഖി രഹാഹേ. ചക്കോർ എന്ത് ചെയ്യുകയാണ്? ചക്കോർ എക്ടക്ക് ദേഖി രഹ. എക്ടക്ക് ദേഖിന എന്ന് പറഞ്ഞാൽ നിർനിമേഷമായി നോക്കുക, ഇമ വെട്ടാതെ കണ്ണ് ഇങ്ങനെ പൂട്ടാതെ നിർനിമേഷമായി നോക്കുന്നതിനാണ് എക്ടക് ദേഖിന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ചന്ദ്രമാക്ക പ്രിയതം ചക്കോർ എക്ടക് ദേഖി രഹാഹേ. ദർശൻ പ്രിയ, ദർശൻ കർണ എന്ന് പറയാൻ ദേഖിന, കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെമ്പൂത്ത് ഇതുപോലെ ആകാശത്തിലേക്ക് ചന്ദ്രനെ നോക്കിയിരിക്കുകയാണ്. ആശാവും ഭരി മൗനഭാഷ ബഹുഭാവമയി. ഉസ്കെ മൻമേം അനേക ആശായേം ഭരി രഹത്തി ഹെ കിന്തു കുച്ച് ബോൽത്താ നഹിം. वो മൗന രഹിതാഹേ. മൗനമായിരിക്കുകയാണ്, ഒന്നും തന്നെ പറയുന്നില്ല. ചുപ്ചാപ്പ് രഹിതാഹേ. ബഹുഭാവമയി ഹേ. ഉസ്കെ मन में अनेक भाव है. एकटक देख कर वो अपने मन की ആശായേം വ്യക്ത് കർ രഹാ ഹേ. ഇങ്ങനെ നോക്കിക്കൊണ്ടാണ്, വാക്കുകളൊന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടാണ്, നിർനിമേഷമായി നോക്കിക്കൊണ്ടാണ് തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇത് വ്യക്തമാക്കുന്നത്. वो भावमयी होकर चंद्रमा को चाव से घेर रहा है. घेरना എന്ന് പറഞ്ഞാൽ വളയുക, ചുറ്റുക. അപ്പം ചന്ദ്രനെ നിലാവിനെ ചുറ്റുകയാണ് ഭയങ്കര താല്പര്യത്തോടുകൂടി. ചാവ് എന്ന് പറഞ്ഞാൽ അഭിരുചി എന്നാണ്. ഭയങ്കര അഭിരുചിയോടുകൂടി താല്പര്യത്തോടുകൂടി ചന്ദ്രമയുടെ ചുറ്റും വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറക്കുകയാണ്. ശിശിർ ഭാർ വ്യാകുൽകുൽ ഖുലേ ഫൂൽ ഝുക്കേ ഹുയെ. ശിശിരം, ശിശിര ഋതു എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. 6 ഋതുക്കളാണുള്ളത്. വസന്ത ഋതുവാണ് ഋതുക്കളിൽ രാജാവ് എന്ന് പറയുന്നത്. ഇവിടെ ശിശിരകാലമാണ്. ശിശിരകാൽമേം ശിശിര ഋതുമേം ഓസ് കണക്കെ ഭാർ സേ ഫൂൽ ഝുക്കേഹം. ഖിലേ ഹുയെ ഫൂൽ. ഖുലേ എന്ന് പറഞ്ഞാൽ തുറന്നത് എന്നാണ്. അതായത് വികസിച്ച, വിരിഞ്ഞ പൂവുകൾ ശിശിരകാലമാകുമ്പോൾ അതിൽ മഞ്ഞുതുള്ളികളുടെ ഭാരം കൊണ്ട്, ഓസ് കണു എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികളാണ്, മഞ്ഞുതുള്ളികളുടെ ഭാരം കൊണ്ട് ദുഃഖിതനായിക്കൊണ്ട് കുനിയുന്നു, അതായത് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ആയാ കലിയോമേം മധുര് മധു ഉരി യൗവൻ ഉഭാർ ജാഗോ ഫിർ ഏക് ബാർ. കലിയോം കെ ഹൃദയമേം മധുര മധു എന്ന് പറഞ്ഞാൽ മതോന്മത്തമായിക്കൊണ്ടും ഔർ യൗവൻ കാ ഭാർ ആയാ ഹെ. ഉസ്കെ കലിയോം കെ ഹൃദയമേ, കലിയോം കെ ഉരുമേ, ഉറു എന്ന് പറഞ്ഞാൽ ഹൃദയാണ്. കലിയോം കെ ഹൃദയമേം മധുര മധു ഔർ യൗവൻ കാ ഉഭാർ ആയാ ഹെ. യൗവനാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പൂമൊട്ടുകൾ. ഇനി കവി ഇതിലൂടെ നമുക്ക് തരുന്ന സന്ദേശമാണ്. കവി കഹത്തെ ഹേ കി ഐസേ സുന്ദർ വാതാവരൺ മേം ഹേ ഭാരതവാസി തും ജാഗ് ഉഠോ. ഇങ്ങനെയുള്ള ചുറ്റുപാടോടുകൂടിയ സമയത്ത് ഭാരതവാസികളെ നിങ്ങൾ ഉണരുവിൻ, ഒരു പ്രാവശ്യം കൂടി ഉണർന്ന് പ്രവർത്തിക്കുവിൻ എന്ന് കവി ആഹ്വാനം നൽകുന്നു. അടുത്ത വരി, പിയു രവ് പപ്പീഹേ പ്രിയ ബോൽ രഹിം. പിയു എന്ന് പറഞ്ഞാൽ പ്രിയത്തം എന്നാണ്. രവ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ആവാസ്. പപ്പീഹ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, വേഴാമ്പൽ പക്ഷി. വേഴാമ്പൽ കേഴും എന്നുള്ള ഒരു പക്ഷിയാണല്ലോ. അപ്പം വേഴാമ്പൽ എന്താണ് കേണുകൊണ്ടിരിക്കുന്നത്? പിയു എന്ന്, പ്രിയതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഴാമ്പൽ പക്ഷി. रात में पियू रटते हुए प्रियतम को बोल रहे हैं पपीहे. सेज पर विरह विदग्धा वधु याद कर बीती बातें रातें मन मिलन की मूंद रही पलकें चारु नयन जल ढल गए. लघुतर कर व्यथाभार जागो फिर एक बार. सेज എന്ന് പറഞ്ഞാൽ കിടക്ക, ബെഡ്. സേജ് പർ വിരഹ വിദഗ്ധാവധു.
ഒരു വധുവാണ്. വധു എങ്ങനെയുള്ള വധുവാണ്? വിരഹ വിദഗ്ധ, വിരഹത്തിൽ വിദഗ്ധയായ എന്ന് പറഞ്ഞാൽ വിദഗ്ധ എന്ന് പറഞ്ഞാൽ ദഗ്ധ എന്ന് പറഞ്ഞാൽ ദഹിച്ച അല്ലെ ദുഃഖിച്ചത് എന്നാണ്. വിരഹത്തിൽ ദുഃഖിതയായ വധു തൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് യാദ് കർ ബീത്തി ബാത്തേം യാദ് കർത്തിയെ കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ ഓർക്കുകയാണ്. രാത്തേം മൻ മിലൻ കി, രാത്രിയിൽ മൻ മിലൻ കി, മിലൻ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ, കൂടിച്ചേരൽ. അപ്പം മനസ്സിൽ കൂടിച്ചേർന്ന ദിവസങ്ങൾ പതിയുമായിട്ട് അല്ലെങ്കിൽ പ്രിയതമനുമായിട്ട് ഒരുമിച്ച് ചേർന്ന ദിവസങ്ങളെപ്പറ്റി ഓർക്കുകയാണ്. മൂതിരഹി പലക്കേം ചാരു നയൻ ജൽ ढल गए. पत्नी या वधु क्या करती है? वधु सेज पर विरह विदग्धा वधु मन में प्रियतम से मिलन की बीती बातें याद करती है. वह अपनी सुंदर पलकों को, अपनी सुंदर आंखों को, वह മൂന്തിരഹി പലകയും ചാരു, ചാരു എന്ന് പറഞ്ഞാൽ സുന്ദർ, പലക്ക് എന്ന് പറഞ്ഞാൽ കൺപോള, കണ്ണുകൾ എന്ന് പറയാം. മൂന്തിന അടക്കുക. വേം അപ്പനെ സുന്ദർ ആँखों को मूंद कर प्रियतम के बारे में सोचती है. और उसी प्रकार നയന ജൽ ढल गए. നയന ജൽ, നയൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, ജൽ പാനി തന്നെയാണ്, വെള്ളം. അപ്പോൾ കണ്ണിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, ആസു. ഡൽന എന്ന് പറഞ്ഞാൽ ബഹിന, ഒഴുകുക. വ ആസു ബഹാത്തി ഹെ, വധു ആസു ബഹാത്തി ഹെ. ലഘുദർ കർ വ്യഥ ഭാർ, വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖ്, ദുഃഖ് കാ ഭാർ ലഘുദർ കർ, ലഘു എന്ന് പറഞ്ഞാൽ കം, കുറവ്, കുറക്കുന്നു. എങ്ങനെയാണ് അവളുടെ ദുഃഖത്തെ കുറക്കുന്നത്? വ रोते हुए अपने प्रियतम के बारे में सोचती है. वह अपनी सुंदर आँखों को मूंद कर प्रियतम के बारे में सोचती है और आंसू बहाती है. आंसू बहाकर इस प्रकार रोने से दुख का भार हल्का हो जाता है, कम हो जाता है. ദുഃഖത്തിൻ്റെ ഭാരം കുറയുന്നു, കരഞ്ഞു കരഞ്ഞ് ദുഃഖത്തിൻ്റെ ഭാരം കുറക്കുന്നു. कवि भारतवासियों से कहते हैं कि सारे दुखों को भूलकर कर्तव्य का पालन करने के लिए जागूडो. അതുപോലെ കവി ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളും എല്ലാ ദുഃഖവും മറന്നിട്ട് തൻ്റെ കർത്തവ്യം നിറവേറ്റുവാൻ വേണ്ടി ഒന്നുകൂടി ഉണരൂ. അടുത്ത വരി നോക്കുക. സഹൃദയ സമീർ ജൈസെ പോഞ്ചോ പ്രിയ നയന നീർ ശയൻ ശിഥിൽ ബാഹ്യം ഭർ സ്വപ്നിൽ ആവേശമേ. കവി ഭാരതവാസിയോं से कहते हैं कि സഹൃദയ സമീർ, സമീർ എന്ന് പറഞ്ഞാൽ കാറ്റ്, സഹൃദയനായ കാറ്റിനെ പോലെ, ജൈസെ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്, സഹൃദയനായ കാറ്റിനെ പോലെ. പോഞ്ചോ പ്രിയ നയന നീർ, നയന നീർ, നയൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, നീർ എന്ന് പറഞ്ഞാൽ പാനി, കണ്ണിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. കണ്ണുനീരിനെ പോഞ്ചോ, പോഞ്ചിന എന്ന് പറഞ്ഞാൽ തുടക്കുക. നിങ്ങൾ എന്ത് ചെയ്യൂ എന്ന് പറയുന്നു? സഹൃദയ സമീർ കെ സമാൻ അപ്നെ ആസുവും കോ പോഞ്ച് ഡാലും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ തുടക്കും. ശയൻ ശിഥിൽ ബാഹേം ഭർ സ്വപ്നിൽ ആവേശമേം. തുമാരി ബാഹേം, ബാഹ്യ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്, ഹാത്ത്. ശിഥിൽ ഹേ, ശിഥിലമായിരിക്കുന്നു, തളർന്നിരിക്കുന്നു. ശയൻ കർണ എന്ന് പറഞ്ഞാൽ കിടക്കുക, ലേട്ടിന. നിദ്രാ കെ കാരൺ തുമാരി ബാഹോമേം ആലസ്യ യാ ശിഥിലത ഭർ ഗയി ഹെ. ആലസ്യ ഭർ ഗയാ ഹെ, ശിഥിലത ഭർ ആയി ഹെ. ഭർ സ്വപ്നിൽ ആവേശമേം, തും സ്വപ്നിൽ ആവേശമേം ഭർ ഗയേ ഹോ. आतुर उर वसन मुक्त कर दो तुम सुप्ति सुखोन्माद हो. छूट छूट अलस फैल जाने दो पीठ पर कल्पना से कोमल ऋजु कुटिल प्रसार कामी केश कुछ. ആതുര ഉര്, ഉര് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. ആതുർ എന്ന് പറഞ്ഞാൽ ദുഃഖി, ദുഃഖി ഹൃദയം. ദുഃഖി ഹൃദയ സേ മോഹരൂപി വസ്ത്രക്കോ തും ഹട്ടാതോ. നിൻ്റെ മനസ്സിൽ എന്താണുള്ളത്, ഹൃദയത്തിൽ എന്താണുള്ളത്? ദുഃഖം നിറഞ്ഞ ഈ ഹൃദയത്തിൽ നിന്നും മോഹമാകുന്ന, ലൗകിക ജീവിതമാകുന്ന, മോഹം ആകുന്ന വസ്ത്രത്തെ അങ്ങോട്ടേക്ക് മാറ്റൂ. അതായത്
ആഗ്രഹത്തെ ഉപേക്ഷിക്കൂ എന്ന് പറയുകയാണ്. സബ് സുപ്തി സുഖോന്മാദ് ഹോ, തുമാരി മുഹരൂബി നീന്ത് സുഖ് കി അനുഭൂതി മേം പരിവർത്തിത് ഹോ ജായേം. സുഖോന്മാദ് എന്ന് പറഞ്ഞാൽ സുഖ് മേം ഉന്മാദ് ഹോ ജായേം, സുഖ് കി അനുഭൂതി മേം പരിവർത്തിത് ഹോ ജായേം. छूट छूट अलस, तुम्हारा आलस्य छूट जाए. फैल जाने दो पीठ पर कल्पना से कोमल ऋजु कुटिल प्रसार कामी केशगुच्छ. तुम्हारी पीठ पर केशगुच्छ कोमल कल्पना से फैल जाने दो. तन मन थक जाए, तुम्हारे तन और मन थक जाए तो भी तुम्हें क्या करना है. मृदु सुरभि सी समीर में बुद्धि बुद्धि में हो लीन, मन में मन जी जी में एक अनुभव बहता रहे उभय आत्माओं में. कब से मैं रही पुकार, जागो फिर एक बार. तुम्हारे तन और मन थक हो जाए तो भी तुम्हें क्या करना है. तुम्हें समीर में മൃദു സുരഭിക്ക് സമാൻ, ഹവാമേ മൃദു സുരഭി, സുരഭി എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നാണ്. ലൈറ്റായിട്ടുള്ള സുഗന്ധം പരത്തിയിട്ട് സുഗന്ധത്തെ പോലെ बुद्धि बुद्धि में, मन मन में और जी जी में एवं दोनों आत्माओं में एक ही അനുഭവ ബഹുതാ രഹേ. അതായത് കാറ്റിനെ പോലെ സുഗന്ധം പരത്തിക്കൊണ്ട് എല്ലാവരുടെയും ബുദ്ധിയിലും മനസ്സിലും അതേപോലെ തന്നെ ആത്മാക്കളിലും എല്ലാം ഈ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു. വഹ് ഹേ ജാഗരൺ കി പുകാർ, അതാണ് ജാഗരണത്തിൻ്റെ ഉണർവിൻ്റെ വിളി. കവി പറയുകയാണ് കബ്സേ മേം രഹി പുകാർ, മേ കബ്സേ തുമേം പുകാർ രഹി ഹും, तुम जाग उठो. अर्थात सभी लोगों के मन में स्वतंत्रता प्राप्त करने की इच्छा ഫൈൽ ജാന കവി ചാഹത്തെ ഹം. അതായത് എല്ലാവരുടെയും മനസ്സിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്കുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാക്കുവാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഉഗേ അസ്താചൽ മേ രവി, ആയി ഭാരതി രതി രവി കണ്ടുമേ. ഉഗിന എന്ന് പറഞ്ഞാൽ ഉദിക്കുക, അരുണാചൽ എന്ന് പറഞ്ഞാൽ അരുണോദയ, അരുണാചൽ മേം രവി, രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ, അരുണാചൽ എന്ന് പറഞ്ഞാൽ ഉദയപർവ്വതം, സൂര്യൻ കിഴക്ക് ഉദയപർവ്വതത്തിൽ ഉദിക്കുന്നു. അതായത് സമയം എപ്പോഴാണ്, രാവിലെയാണ്, രാവിലെ കിഴക്ക് ഉദിക്കുന്നു. സൂര്യ പൂർവി ദിശാമേം ഉഗ് ആയാ ഹേ. ആയി ഭാരതി രതി കവി കണ്ടുമേം, കവി के कंठ में भारत की जय ध्वनि का आह्वान मुखरित होने लगा है. क्षण क्षण में പരിവർത്തിത് ഹോത്തേ രഹേ പ്രകൃതി പട്. പട്ട് എന്ന് പറഞ്ഞ സ്ക്രീൻ എന്നാണ്. പ്രകൃതിയുടെ സ്ക്രീനിൽ, അതായത് പ്രകൃതിയിൽ ക്ഷണക്ഷണമേ ഓരോ ക്ഷണത്തിലും പരിവർത്തൻ ഹോത്തേ രഹത്തെയും പ്രകൃതിയിൽ ഓരോ നിമിഷവും പരിവർത്തൻ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഗയാദിൻ ആയിരാത്ത്, ഗയാദിൻ, ദിൻ എന്ന് പറഞ്ഞാൽ പകൽ പോകുന്നു, രാത്രി വരുന്നു. ദിൻ കെ ബാദ് രാത്ത് और उसी प्रकार गई रात खुला दिन, രാത്രി പോകുന്നു, പകൽ വരുന്നു. रात के बाद दिन और दिन के बाद रात, यही क्रम चलता रहा. इस प्रकार ऐसे ही संसार के बीते दिन, पक्ष, मास, वर्ष कितने ही हजार, जागो फिर एक बार. इस प्रकार संसार के दिन, പക്ഷി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടിയ സമയത്തിന് ഒരു പക്ഷം എന്ന് പറയുക. ഇസ് പ്രകാർ ദിൻ ബീത്ത് ഗയേ, പക്ഷി ബീത്ത് ഗയേ, മാസ് എന്ന് പറഞ്ഞാൽ മഹീന എന്നാണ്, മഹീനെ ബീത്ത് ഗയേ, വർഷ ബീത്ത് ഗയേ, ഹസാരോ വർഷ ബീത്ത് ജാനെ പർ ബി ഭാരതവാസി ജാഗ് നെഹിം ഉഡേഹിം. 1000 വർഷങ്ങൾ ഇതുപോലെ കഴിഞ്ഞു പോയിട്ടും ഭാരതവാസികൾ ഇനിയും എന്തായിട്ടില്ല, ഉണർന്നിട്ടില്ല. അതുകൊണ്ട് കവി ഉണർത്തുകയാണ്, ഭാരതവാസികളെ ഉണർത്തുകയാണ്. ഇസ്ലിയെ നിദ്ര കോ ഛോഡ്കർ തും ജൽദി ഹി ജാഗുഡോ. കവി ഭാരതവാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഉറക്കമൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾ വേഗം ഉണരൂ.
അതായത് സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ഈ കവിത എഴുതുന്ന സമയത്ത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കവി ഇതിലൂടെ കൊടുക്കുന്നത്. ഈ കവിതയുടെ പ്രത്യേകതയാണ്, കൺക്ലൂഷനാണ് ഇനി പറയുന്നത്. ഇസ് കവിത में निराला प्रकृति के विभिन्न दृश्यों को प्रस्तुत करते हैं. ഈ കവിതയിൽ കവി നിരാല പ്രകൃതിയിലെ വിഭിന്ന ദൃശ്യങ്ങളെ, പല പല ദൃശ്യങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ എന്നിട്ട് എന്തു പറയുകയാണ്? ഭാരതവാസിയോं को स्वतंत्रता प्राप्ति के लिए सजग होकर प्रयत्न करने का आह्वान देते हैं. ഭാരതവാസികളോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയിട്ട് ഉണർന്നു പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് കൊടുക്കുന്നത്.